അപ്പൂസേ എത്ര തിന്നുണ്ട്? അതിനൊന്നും കണക്കില്ല കേട്ടോ. 2 ദിവസമായിട്ട് നമുക്ക് മാങ്ങയോട് മാങ്ങയാണ്. പക്ഷെ ഇത് ചേച്ചി വന്നിട്ടുണ്ട്. ഇന്ന് 3ാമത്തെ ദിവസമാണ് നമുക്ക് മാങ്ങ കിട്ടിയിട്ട്. 3ാമത്തെ ദിവസം ചേച്ചി സിന്ധേച്ചി പറയാതെ നമുക്ക് കുറച്ച് മാങ്ങയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം 3 ദിവസത്തെ മാങ്ങ നമുക്കുണ്ട്. അപ്പം ഇതിൻ്റെ ഒന്നും കളയൂലെന്ന് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, മാങ്ങാത്തോല് ഉണ്ടാക്കുകയാണ്. ഭയങ്കര വെയിലാട്ടോ, നോക്കിയേ. 10 മണി ആയിട്ടുള്ളൂ. ഇവിടെയൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ അവിടെ നിൽക്കുന്നുണ്ട്. വാട്ടർ പ്രൂഫ് അടിക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഇജാണ് ഇങ്ങോട്ട് കയറല്ലേ? അടക്കണ്ടോ? ഇവിടെ കിട്ടുള്ളൂ. അവിടെ നല്ല വെള്ളം നിൽക്കണ്ടല്ലേ? നല്ല വെള്ളം നിൽക്കണ്ട അവിടെ. അത് കളയണം. എന്നാല് ലേഡർ വന്നിട്ട് നോക്കാം. ഇപ്പം ഇല്ല. തന്നെ നിന്നോട്ടെ, ചാടൊന്നുമില്ലല്ലോ. ഇതിനിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഇതൊന്ന് വടി കിട്ടും. ഇത് ശരിക്കും നമ്മൾ എന്താ ചെയ്യുക, അഴലില്ലേ, നമ്മൾ തുണി കഴുകിടുന്ന അഴലുമ്മേ ഇങ്ങനെ കൊളത്തിയിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ തുണിയിൽ കൊളത്തിയിട്ടാണ് വെക്കുക. അങ്ങനെയാണ് എൻ്റെ അച്ഛമ്മയൊക്കെ ചെയ്യൽ കേട്ടോ. പണ്ടൊക്കെ അങ്ങനെ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് അയല അതുള്ളത് കാക്ക കൊത്തിയോട് പോകും വിചാരിച്ചിട്ട് എന്താ ഞങ്ങൾ ഇങ്ങനെ വെക്കുകയാണ്. നമ്മൾ ഇനി വേറെ ഒരു തുണി വിരിച്ചിട്ടാൽ മതി. അപ്പോൾ നല്ല ഒരു വെയിലാണ്. അപ്പം ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തായാലും നല്ലോണം ഉണങ്ങിയിട്ടില്ലെങ്കിലും ഒരു വിധം ഉണക്കാവും. പിന്നെ നാളെ മറ്റന്നാളെ എന്നും ഡെയിലി ഇത് ഉണങ്ങി ചുക്കി ചുളിഞ്ഞ് കൊണ്ടാട്ടം പരിവാവും. അതുവരെ ഉണക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാറ്റടക്കാത്ത പാത്രത്തിൽ കെട്ടിയിട്ട് വെക്കണം. എന്താണ് വെള്ളം നിൽക്കണ? ഇവിടെ വെള്ളം നിൽക്കുന്നുണ്ട്. ഇവിടെ വീണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാട്ടർ പ്രൂഫ് അടിക്കാം. ഇതിപ്പോ സാധാരണ എല്ലാവരും പറയുന്ന കാര്യം. നമുക്ക് അനുഭവം ഉണ്ട്. നമുക്ക് അനുഭവമല്ല, ഉള്ളവര് പറഞ്ഞൊരു അനുഭവം ഉണ്ട്. ഇങ്ങനെ ഏപ്പ് വന്ന സ്ഥലങ്ങളിൽ വാട്ടർ പ്രൂഫ് അടിക്കേണ്ടി വരും. ഇത് അല്ലെങ്കിൽ വെള്ളം ഉള്ളിലേക്ക് കിനിഞ്ഞ് ഇറങ്ങും. നല്ല മഴ നിൽക്കാതെ മഴയില്ലേ, ആ മൂലയിൽ നിൽക്കണ്ടല്ലോ അവിടെ. അപ്പൊ കാലോണ്ട് ചണ്ടി അവിടെ ഓവില്ല. ആ ചണ്ടി കാലോണ്ട് എടുത്തിട്ട് മെസ്സേജ് അവിടെ ആ മൂലക്കല്ലോ. ജിമ്മിന് പറ്റിയ ഷർട്ടൊക്കെ വന്നിട്ട് അപ്പൂസ് ഇങ്ങനത്തെ 2 ടീഷർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറക്കേറെ അപ്പോൾ എന്നോട് ഒരു മുറുക്കി പാകാക്കുന്ന്. ഞാൻ മുറിച്ചത് കുറച്ച് ഓവറായി മുറിച്ചത് തോന്നുന്നു. പക്ഷെ ഇതാണ് കറക്റ്റ്. ഇപ്പോൾ അവനെ കാണുമ്പോൾ ജിമ്മ് ലുക്കില്ലേ? നോക്കാം ശരിയാ. നമ്മളെ ഈ കുറ്റിയേക്കണ് എന്റെ തലക്കും കറങ്ങുന്നുണ്ട്. ഇവിടെ കുറ്റി കുറ്റില്ലേ, അതിടയ്ക്ക് ക്ലീൻ ആക്കണം. ആ ഇതിന്റെ പുക 6 മാസം ആകുമ്പോഴാ പറഞ്ഞേ. എടാ പൈപ്പ്, പ്ലംബിങ് പൈപ്പ് ഇവിടെ ഏതായിരിക്കും കൊടുത്ത വേണ്ടെങ്കിൽ നോക്കാം. അതാണ് 2 വലുത്. ഇതാട്ട് അമ്മേന്റെ പണി. ഇവിടേക്ക് കയറിയിട്ട് ഇങ്ങനെ കാട്ടിയിരുന്നു, വെറുതെ അല്ല. ശരിയേ, ഇതൊന്ന് നോക്കണം. ശരിയേ, ഇത് പറഞ്ഞു കൊടുത്താ നോക്ക്. ഇത് നമ്മളേ ഇത് വെക്കണ പൈപ്പല്ലത്, ജനലിന്റെ ഗ്യാപ്പിൽ വെക്കണ പൈപ്പ്. ആർക്കേലും വേണമെങ്കിൽ പറഞ്ഞോട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് കൊണ്ടോണ്ടിയാലും ഫാബ്രിക്കേഷൻ ജനലിന്റെ സൈഡിൽ വെക്കണം കേട്ടോ. ആരുണ്ടെങ്കിൽ പറഞ്ഞോളേ. ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങല്ലോ. എന്നാലേ ഞാനിതൊന്നും കൂടി അവിടെ ഇട്ടിട്ടുണ്ടേ. സിന്ധേച്ചി വന്നിട്ടുണ്ടേ. അപ്പോൾ താഴത്തെ സിന്ധേച്ചി എന്തൊക്കെയാ പണി എടുത്തോണ്ടിരിക്കുകയാണ്. നമുക്കും പണി തന്നെയാണ്. എന്താ പിന്നെ ഡ്രസ്സിൻ്റെ ഇതുള്ളതുകൊണ്ട്, കാരണം ആൾക്കാർ എപ്പോഴും നമ്മളോട് ഡ്രസ്സ് ചോദിക്കണമെന്ന് അറിയില്ല. അപ്പം നമ്മൾ പിന്നെ ഫോൺ എപ്പോഴും നമ്മൾ റെഡിയാക്കി നമ്മളെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വാട്സപ്പിൽ ഇങ്ങനെ വരും, ചോദിക്കും, പിന്നെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അപ്പം നമുക്ക് എല്ലാം കൊണ്ട് ഓരോരോ തിരക്കാണ് കേട്ടോ. ചിലപ്പോൾ വിളിച്ചാൽ എടുക്കാനും കൂടി പറ്റാത്തൊരവസ്ഥയും വരും. നമ്മളെ ബാലവാടിയൊക്കെ വന്നുകൊണ്ട് അടിപൊളിയായിട്ടില്ല. ഇപ്പോൾ ഈ ബാലവാടിയൊക്കെ അടിപൊളി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരച്ചയും വിളിണ്ടാകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന് സമാധാനമാണ്. കുട്ടികളെ എല്ലാവരും പാട്ടും പൂക്കൊക്കെ ഉണ്ട്. ഈ മാങ്ങാത്തോൻ്റെ കാര്യം ഇപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. എന്താ മാങ്ങ കുറേ ഇപ്പം എല്ലാ വീട്ടിലും മാങ്ങയല്ലേ. നമ്മളെ വീട് വെച്ച് എല്ലാ വീട്ടിലും മാങ്ങയാണ്. ഞങ്ങൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ പറയും അത് അടുത്ത വീട്ടിൽ ഞാനും അമ്മയും കണ്ണ് പുറത്തേക്ക് എപ്പോഴും ചക്കയും മാങ്ങയും തരയും. അപ്പം ഇങ്ങനെ കുറേ മാങ്ങ കിട്ടുമ്പോൾ ഒരു പണിയില്ല, വെറുതെ അതിനൊന്ന് കീറി കൊടുക്കുക. ഇങ്ങനെ ഉണക്കുക. അങ്ങനെ പൂ പോലെ നാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വെറുതെ 2 സൈഡും ചെത്തിയതിന് ശേഷം ഇങ്ങനെയൊക്കെ ഒന്ന് ചെത്തിയാൽ മതി. അത് നല്ലോണം ഉണക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നല്ലോണം ഉണങ്ങിയതിന് ശേഷം കെട്ടിയിടണം, അല്ലെങ്കിൽ പുഴുക്കൾ വരിക. അതിൻ്റെ നീരുണ്ടെങ്കിൽ അപ്പം നീര് നല്ലോണം വറ്റി ഉണങ്ങിയിട്ട് ഒരു കാറ്റൊന്നും കിടക്കാതെ കുപ്പിയിലോ എന്തിനും കവറിലൊക്കെ കെട്ടിയിട്ടൊക്കെ നല്ല പാത്രത്തിലൊക്കെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് മാങ്ങയൊന്നും നമുക്കില്ലാത്ത കാരണം ഉണ്ടാവും. ഒരു മാങ്ങ ഇട്ടെങ്കിലും പൂതി ആ സമയത്തൊക്കെ എടുത്ത് ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റ്, നല്ല മധുരം ഉണ്ടാവുമേ.
അപ്പോൾ ഞങ്ങൾക്ക് നല്ല അനുഭവമാണ്. ഇപ്പോഴാണ് ഇപ്പോൾ കിട്ടാത്തത്. അപ്പോൾ ഇനി വൈകുന്നേരം വരാട്ടോ. കാലത്തത്തെ നമ്മൾ മാങ്ങേൻ്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമാങ്ങ നോക്കിയിട്ട് സിന്ധിച്ചായിരിക്കും. ഇന്നലെ കമന്റിലുണ്ട് എത്രങ്ങാനും മാങ്ങ ഞങ്ങൾക്കില്ല അടുത്താണെങ്കിൽ അല്ല ഞങ്ങൾക്ക് 3 ദിവസമായിട്ടുള്ള കിട്ടൽ തുടങ്ങിയിട്ട്. അതന്നെ കാണാലോ, അല്ലെങ്കിൽ നമ്മളെ വീഡിയോയിൽ കാണും. നമ്മള് എന്താ മാങ്ങ അമ്മ ചെമ്മീൻ കുട്ടിട്ട് മാങ്ങ ഇട്ടു അവിടെ. അമ്മ ഏതൊക്കെ മാക്സികൾ ഓരോന്നും ഇങ്ങനെ എടുക്കാനുള്ള എല്ലാരും. ആ അപ്പൂന് ഇതാ ഒരു വെറൈറ്റി കൊണ്ടുവരണേ. ഇതെന്തൊക്കെയാ ഇതില്? അല്ലടാ വേറെ എന്തെങ്കിലും സംഭവിക്കോ? സുർക്കയും വെളിച്ചെണ്ണയും ഉപ്പും മുളകും അല്ലേ? ആ വയറേ രസമൊക്കെ ഉണ്ട്. ഇതോ അമ്മക്ക് മാങ്ങയും മുളകും കഞ്ഞിക്കൊക്കെ മൊത്തം മാങ്ങ. എന്താ ഉണ്ടാക്കണത് അതൊക്കെ നോക്കിയില്ല. കുക്കിംഗ് അല്ലേ കാര്യമായിട്ട്. കുക്കിങ്ങിന് ഒന്നും ഉണ്ടാക്കാന് ആക്കി വെച്ചിട്ടില്ല. എന്താണ് അത് തീരുമാനമായിട്ടൊക്കെ കിട്ടുമ്പോൾ ചക്കയൊക്കെ ഉണ്ടായിരുന്നു. ചക്കയൊന്നുമില്ല. മാങ്ങ അച്ചാറും ഒക്കെ ആക്കി വെക്കണം. ഇതൊക്കെ നാശാണ്ടെങ്കിൽ വഴിയൊക്കെയാണ്. അതെ നെയ്ച്ചോറിന് കുറച്ച് അരിയുണ്ട്. അപ്പൊ സിന്ധിച്ച് തന്നതല്ലേ, അപ്പൊ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കാന്. നമുക്ക് വിഷുവിനെ എനിക്ക് വേണ്ടതിനെ തീറ്റല്ലേ മതിയാക്കി ഒന്നും മതി. വിഷുവിന് വാങ്ങിയ അരി ഉണ്ടായിരുന്നു. അന്ന് കുറച്ച് കൂടുതൽ 5 കിലോ വാങ്ങിയതാ നെയ്ച്ചോറിന്റെ അരി. അതുകൊണ്ട് അതൊന്നും ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കാനുണ്ട്. അതാണ് ഉണ്ടാക്കാൻ പറയുന്നത്. പക്ഷെ നമ്മളെ ഈ സിന്ധേച്ചിക്ക് എന്തുണ്ടാക്കിയാലും അവിടെ തിന്നും. നെയ്ച്ചോറ് ഉണ്ടാക്കിയാലും എങ്ങൾക്ക് അങ്ങനെ മതി. ബിരിയാണി ഉണ്ടാക്കിയാലും എങ്ങനെയാണ് കറി. എന്നാൽ സന്ധ്യച്ച് നേരെ ഓപ്പോസിറ്റ് ആട്ടോ. നമുക്ക് അത് ഉണ്ടാക്കിയാലും ഇത് ഉണ്ടാക്കിയാലും ഇങ്ങോട്ട് പറയും. രണ്ടാളും തമ്മിൽ വ്യത്യാസമാണ്. അപ്പൂസ് ഇതിൽ പോയി വന്നതാണ്. നമ്മളെ ഹാളത് കേട്ടോ. ചില അറിയാത്തവർക്ക് വേണ്ടിട്ട് പറഞ്ഞോ. നമ്മളെ ഹാൾ ഇവിടെ നിന്നൊന്നും പറയില്ല. അടുക്കളയിൽ നിന്ന് പോകാറില്ലല്ലോ. അടുക്കളയ്ക്ക് ഇന്ന് പോയിട്ടല്ല കേട്ടോ. നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ നെയ്യിന് പോയതാണ് അപ്പൂസ്. ഞങ്ങളേ പോണ കടയിൽ നിന്ന് കുപ്പി കൊണ്ടുവന്നാണ് അച്ചാർ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരം സാധനം വാങ്ങുന്ന ആളാണ്. അപ്പോൾ അവിടെ നമുക്ക് വെറുതെ തന്ന കുപ്പിയാണ് കേട്ടത്. അച്ചാർ മതിയെന്ന് ഒരു കുപ്പിയിലുള്ള അച്ചാറാണ് കൊടുക്കാൻ. അപ്പോൾ ഈ എന്താ പറയുക മിഠായിൻ്റെയും എന്തൊക്കെയാ ബേക്കറിൻ്റെ ഒക്കെ കുപ്പിയാണ്. പിന്നെ ഒരു കുപ്പിക്ക് 5 രൂപയൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ നമ്മള് സ്ഥിരം വാങ്ങണ നമ്മളെ ആൾ തന്നെയാണ്, നമ്മളെ കട തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ 4 കുപ്പി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലൊക്കെ അച്ചാറും ഉപ്പിലും ഒക്കെ ഇട്ട് വെക്കാം അല്ലേ. അതിനൊരു അപ്പൂനൊപ്പം തന്നെ ഈ ഒരു അരിയണ അരിച്ചിൽ തന്നെ സിന്ധേച്ചി പറഞ്ഞു വെച്ചതാണ് കേട്ടോ. സിന്ധേച്ചിക്കൊക്കെ പിന്നേക്ക് പറഞ്ഞ് വെക്കണ പരിപാടിയില്ല. അപ്പ ചെയ്യണം, അല്ലെങ്കിൽ ദേഷ്യം വരും. സൈഡായി. അപ്പൊ ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് ഇതിലൊക്കെ അച്ചാറൊക്കെ ടിഷ്യൂ പേപ്പർ ഒക്കെ ഉണ്ടല്ലോ ഇതില്. എന്തൊക്കെ ചക്ക മാങ്ങി ഇത് എന്താ അവിടെ പയ്യ എങ്ങനെയാണ് ആ മാങ്ങന്റെ ഒക്കെ തിന്നണേ. ഇന്നലെ കൊണ്ടുവന്നതിന് കുറെ പൊട്ടിയതൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന് പുഴുക്കള് കയറിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിന്റെ മാങ്ങേന്റെ അണ്ടി നമ്മൾ തോലുണ്ടാക്കിയില്ലേ, മാങ്ങാത്തോല്, അത് കുപ്പിയൊക്കെ നല്ലോണം കഴുകി എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൽ അങ്ങോട്ട് അച്ചാറിട്ട് വെച്ചാൽ ഭയങ്കര ഇത് അച്ചാറ് ഞങ്ങളിപ്പത്തെ ചിക്കൻ്റെ വെപ്പ് എന്ന് പറഞ്ഞാലേ എണ്ണയിലൊന്നും വാട്ടിയെടുക്കേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ. ഉള്ളിയും തക്കാളിയും ഒക്കെ ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങോട്ട് ഇടുക. അപ്പോൾ നമുക്ക് തോന്നും ഇതെന്താ ഒരു രസമാണ്, ഇത് രസം ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ലേ. പക്ഷെ സംഭവം രസമുണ്ട് കേട്ടോ. നമ്മൾ മസാലയൊക്കെ തേച്ച ഉടനെ തന്നെ ഒന്ന് അടുപ്പത്ത് വെക്കാതൊക്കെ കുറച്ച് നേരം ഒന്ന് പിടിക്കാൻ വെക്കുക. അതിൻ്റെ ശേഷമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിക്കാതെ തന്നെ ഇങ്ങനെ തന്നെ അടുപ്പത്ത് വെക്കുക കേട്ടോ, വറ്റിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം വേണമെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ ആണിപ്പോൾ ഞങ്ങൾ ഏറെ ദിവസം കാണിക്കൽ. ഇപ്പോൾ കണ്ടോ, ഞാനത് മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു.
പിന്നെ ഉള്ളിയും തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ കുരുമുളക് പെരിഞ്ചീരകം ഇത്രയും സാധനങ്ങളായിട്ട് ഈ അരച്ചത്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഉപ്പും കൂടി കല്ലുപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം ഇപ്പം ഞാൻ നെയ്ച്ചോറ് വെക്കാൻ പോവുകയാണ്. ഇനി നെയ്ച്ചോറല്ല നിങ്ങൾക്ക് എന്ത് പണി വേറെ എടുക്കാണ്ടെങ്കിലും അത് എടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനെ ചിക്കൻ ലാസ്റ്റ് വെക്കാൻ നിന്നാൽ ഇതിലെല്ലാം പിടിച്ചിട്ടുണ്ടാവില്ലേ, എന്നിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ജിമ്മുകാർക്കും പിന്നെ നമുക്ക് ഈ എണ്ണയൊന്നും അധികം കൂട്ടാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ കാണിച്ചാൽ മതി കേട്ടോ. ഇനി അത് ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇപ്പോഴൊന്നും ഇത് എടുക്കുന്നില്ല. ഈ മൺചട്ടി തന്നെ ഇങ്ങോട്ട് വെക്കാനായിട്ട് എൻ്റെ തീരുമാനം. എന്നിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ എന്താണെന്നറിയോ, നമുക്ക് വേറൊരു രുചി എന്തോ പോലെ ഉണ്ട് കേട്ടോ. പറയലുണ്ട് പോലൊക്കെ തിന്നുമ്പോൾ വേറെ രുചിയാണ്, നമുക്ക് വേറെ വ്യത്യസ്ത രുചിയാണല്ലോ വേണ്ടതിൽ. അപ്പോൾ ഇന്നലെ ഞാൻ കുക്കറിലേ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളി നെയ്യിലാണ് മൂപ്പിക്കാത്തതാണ്. എല്ലാം പെട്ടെന്ന് തീർക്കുകയാണ്. ഇന്നിപ്പോൾ നേരം വിളിച്ചത് ഓർമ്മല്ല, എന്തെല്ലാം പണി ചെയ്തൊന്നും നിച്ചല്ല കേട്ടോ. ഒരു നേരം ഇരുന്നിട്ടില്ല, അത്രയും എന്തൊക്കെയോ ചെയ്തു. കാരണം ഒന്നാമത് മാങ്ങ കിട്ടിയാലോ, മാങ്ങ ഉണക്കാനും പിടിക്കാനും അച്ചാറിനും ഒക്കെ ആക്കി വെച്ചു. പിന്നെ വീടിൽ കുപ്പി ഇടുന്ന കഴുകിയൊക്കെ ഉണക്കാൻ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ആരൊക്കെ വരുന്നും പോണൊക്കെ ഉണ്ട്. ഡ്രസ്സിന് വരുന്നവരുണ്ട്, അല്ലാതെ അമ്മേനെ കാണാൻ വരുന്നവരും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പാചകമാണ് അടുപ്പത്ത് കഴിക്കാൻ. അതേപോലെ നമ്മൾ ഉണ്ടാക്കിയ കൊണ്ടാട്ടം അതേപോലെ ഇനി മുതൽ ഞാൻ വീടില്ല ഷിജിയാണ് ഫുള്ളായിട്ട്. ചിക്കൻ വിചാരിച്ച് വേഗം കൊണ്ടുപോയി. അപ്പോൾ നമ്മളെ ഉപ്പില് മാങ്ങ ഇടണം നിങ്ങളൊക്കെ ഇതാക്കി വെച്ചത് കേട്ടോ. പക്ഷെ നമ്മള് കുപ്പി കൊണങ്ങി എന്താ പച്ചു. അപ്പൊ ഉപ്പ് ഓൻ പോയിട്ട് കട അടച്ചു. അപ്പൊ കല്ല് മാങ്ങ കാട്ടി കൊടുക്കല്ലേ വീഡിയോയില്. അല്ലാത്തപ്പോ പേരും ചെറിയ അപ്പൊ എന്താ ചെറിയ ചൂടോടെ അമ്മക്കുണ്ട് വെള്ളം മാത്രമല്ല. ഇന്നലെ ഞാൻ കഞ്ഞിച്ചത്തിരി കൂടി, ഇന്ന് ഇല്ലാണ്ട് പോരാ. നമ്മളെ മാറുമല്ലോ കുറച്ച് കേട്ടോ. ഇന്ന് തൂക്കിയോ? സമയം വന്നിട്ടേ 40 ആയിട്ടുള്ളൂ. വിശക്കും പരത്തേക്ക്. അപ്പൊ എന്തായാലും ചൂടാക്കാം. ചോറിനാ ഞങ്ങളൊക്കെ ഉള്ളവർ പോകുന്നില്ലേ, എല്ലാവരും കുറച്ചും കൂടി ഉള്ളു. ബുള്ളറ്റ് അരിക്ക് പരത്തിയ സൂപ്പറായി. ഞങ്ങൾ ചോദിക്കും കേട്ടോ. അച്ചാറുണ്ട്. ഞാൻ ഉള്ളി വെറുതെ കടിക്കാന് പിന്നെ മോരുണ്ട്. ഇതിലേ ഉള്ളിയില് സുർക്കട്ടാൽ നല്ല രസമുണ്ടാവും. അമ്മയ്ക്കാണ് ചിക്കൻ കറി ഉണ്ടാക്കിയല്ലേ? അപ്പൂന്റെ കഷ്ണങ്ങളാണ് വെയിറ്റ്. അമ്മ വിശേഷം പറഞ്ഞിട്ട് ഇന്നത്തെ സുഖണ്ടോ? ഞങ്ങൾ വിശേഷം നിർത്തണം കേട്ടോ. നാളത്തെ ചേച്ചി നാളെ. അപ്പൊ എല്ലാവർക്കും ബൈ.